കൊട്ടാരക്കരയിൽ ചൂരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ ഗേറ്റ് കീപ്പർ തടഞ്ഞത് എന്നാണ് പരാതി. വിവാദമായതോടെ എന്ത് വസ്ത്രം വിട്ടും വരാമെന്ന വിശദീകരണവുമായി സ്കൂൾ മാനേജർ രംഗത്തു വന്നു. അങ്ങോട്ട് വണ്ടി വിട്, അങ്ങോട്ട് വണ്ടി വിട്, മുട്ട ഇരിക്കുന്ന അങ്ങോട്ട് വണ്ടി വിട്, വണ്ടി വിട്, മുട്ട ഇരിക്കുന്ന അങ്ങോട്ട് വണ്ടി വിട്. രാവിലെ സ്കൂളിലെത്തിയ തന്നെ ഗേറ്റ് കീപ്പർ തടഞ്ഞു എന്നാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സിന്ധു എസിന്റെ പരാതി. കഴിഞ്ഞ ദിവസം ചുരിദാർ ധരിച്ചെത്തിയ തന്നോട് സ്കൂളിൽ വരുമ്പോൾ ചുരിദാർ ഒഴിവാക്കണമെന്ന് മാനേജർ സുരേഷ് കുമാർ പറഞ്ഞതായി അധ്യാപിക പറയുന്നു. തുടർന്ന് ഇന്നും ചുരിദാർ ധരിച്ചെത്തിയതോടെ ഗേറ്റിൽ തടയുകയായിരുന്നു. സ്കൂൾ മാനേജറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തന്നെ തടഞ്ഞതെന്ന് ഗേറ്റ് കീപ്പർ പറഞ്ഞതായി അധ്യാപിക പറയുന്നു. ഇന്നലെ രാവിലെ ഒരു 11 മണിയോടുകൂടി മാനേജർ സ്കൂളിൽ ഓഫീസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചുരിദാർ ഇടരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാനേജർ ക്ലാസ്സിൻ്റെ വരാന്തയിലൊക്കെ പോയി നോക്കിയിട്ട് പിന്നെ തിരിച്ച് മറ്റേ സെക്യൂരിറ്റി ആയിട്ട് വീണ്ടും വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചാണ് സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു, പിന്നെ ഇനി ഇവർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞു, ഗേറ്റ് തടഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് എന്നെ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരുമായിരുന്നു, അവിടെ വെച്ച് എന്നെ തടഞ്ഞു. സാധാരണയായി ഏത് വസ്ത്രവും ധരിച്ചു വരാറുണ്ടെന്നും തനിക്ക് ഇതിനു മുൻപ് മാനേജറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇടപെടൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു. സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് ഗേറ്റിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ച അധ്യാപികയെ പോലീസ് ഇടപെട്ടാണ് പിന്നീട് അകത്തു കയറ്റിയത്. അതേസമയം എന്ത് വസ്ത്രമിട്ടും വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.